നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്ന വീഡിയോ എന്നത് റോഡ് സുരക്ഷ അല്ലെങ്കിൽ റോഡിൽ നടക്കുന്ന അപകടങ്ങളെ പറ്റിയാണ്. ഒരുപാട് അപകടങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ട് നമ്മൾ. അതിൻ്റെ ചില കാരണങ്ങൾ, ഞാൻ കണ്ടെത്തിയ ചില കാരണങ്ങളാണ് ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒന്ന്, റോഡ് പണിയാൻ കൊടുക്കുന്ന സർക്കാർ. റോഡ് പണിയാൻ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചാൽ ആ കോൺട്രാക്ടർ കൊടുക്കുന്ന മെറ്റീരിയലിൽ പോലുമുള്ള അഴിമതി എന്ന് വെച്ചാൽ അങ്ങ് മോള് തൊട്ട് താഴെ വരെ കൈക്കൂലികൾ കൊടുത്തു വന്നു കഴിയുമ്പോൾ ആ മനുഷ്യന് ഒന്നും കിട്ടുന്നില്ല. നഷ്ടത്തിൽ തന്നെയാണ് പല റോഡ് പണികളും. അറിയാം, പല കോൺട്രാക്ടർമാരും നഷ്ടത്തിലാണ്. അതുകൊണ്ട് ഏറ്റെടുക്കാൻ തന്നെ മടിയാണ് കാണിക്കുന്നത്. രണ്ട്, കൃത്യമായ രീതിയിലുള്ള എസ്റ്റിമേറ്റ് എടുത്തു പോയാൽ പോലും അതിൽ പോലും കള്ളം ചേർത്താണ് റോഡ് പണിയുന്നത്. കൃത്യമായ സ്ഥല സാഹചര്യങ്ങൾ വിട്ടു നൽകാതെയും അതിലുപരി കൃത്യമായ വളവുകൾ അത് നേരെയാക്കാവുന്ന രീതിയിലാണ് എസ്റ്റിമേറ്റ് എങ്കിൽ പോലും ആ വളവുകൾ അതേപടി നിർത്തിയാണ് റീടാറിങ് പോലും ചെയ്യുന്നത്. അതും അപകടത്തിന് കാരണമാകും. എല്ലാ അപകടങ്ങളും നടന്നു കഴിയുമ്പോൾ ഒരു പ്രഹസനത്തിന് അതാത് തലത്തിലുള്ള മന്ത്രിമാർ വന്ന് അവരുടെ കണ്ണീരൊപ്പി അല്ലെ വീട്ടുകാരുടെ കണ്ണീരൊപ്പി പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നേരിട്ട് സർക്കാർ കോൺട്രാക്റ്റ് കൊടുക്കുക. കാരണം വേറെ ഇടനിലക്കാരോ അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർമാർ അങ്ങനെ ഇടനിലക്കാരുടെ ഇതില്ലാതെ നേരിട്ട് കോൺട്രാക്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ആ സ്ഥലത്തെ അറിയുന്ന ആൾക്കാർക്ക് കോൺട്രാക്റ്റ് പരമാവധി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അപകടം, ഈ റോഡ് നിർമ്മാണത്തെ ഇച്ചിരി കൂടി വ്യത്യസ്തത വരുത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിലുപരി കൃത്യമായ അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്ന അതിൽ പോലും അല്ലെങ്കിൽ ചേർക്കുന്ന ടാറിനകത്ത് പോലും കാണിക്കുന്ന അഴിമതികൾ കുറയ്ക്കാൻ അവിടെ സൈറ്റിൽ തന്നെ ഒരാളെ നിർത്തിക്കൊണ്ട് അത് എത്ര കൂട്ടുന്നു, എത്ര കമ്പനി പറയുന്ന അത്രയും കൂട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അത്രയും ടാറുകൾ ചേരുന്നുണ്ടോ എന്നുള്ള കൃത്യമായ നിലവാരം അവിടെ നിന്ന് ഒരാൾ ചെയ്യുകയാണെങ്കിലും അത് ശരിയായ നിലപാടിലേക്ക് വരും. അല്ലാതെ മുകളിൽ തൊട്ട് താഴെ വരെയുള്ളവർക്ക് കൈക്കൂലി കൊടുത്ത് ട്രഷറി പോയി പൈസ മാറി കഴിയുമ്പോൾ പാവപ്പെട്ട ഓരോ കോൺട്രാക്ടർക്കും കിട്ടുന്ന നിശ്ചിതമായ തുക അല്ലെങ്കിൽ നിശ്ചിതമായ ലാഭം കൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അത് സത്യം തന്നെയാണ്. അപ്പം എവിടെയെങ്കിലും ലാഭം വേണമെങ്കിൽ പണിക്കാർ ടാറിൻ്റെ കൂലി ഇതെല്ലാം പണിക്കാരുടെ ചിലവ് എല്ലാം പോയിട്ട് ലാഭം വേണമെങ്കിൽ എവിടെയെങ്കിലും കുറച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റുന്ന ഈ കോൺട്രാക്ടർക്ക് ടാറിൽ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ടാറ് കുറവും മിറ്റിൽ കൂടുതലുമായി പലയിടത്തും റോഡ് വീണ്ടും കട്ടറിലേക്ക് വരുന്നത്. നമ്മുടെ നാഷണൽ ഹൈവേ പോലും കട്ടറാകുന്നതിൻ്റെ സാഹചര്യം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ PWDയുടെ പരിധിയിലുള്ള ചില റോഡുകൾ, PWDയുടെ സൈഡിലുള്ള ചില റോഡുകൾ അത് അവർ തന്നെ കോൺട്രാക്ടറെ നേരിട്ട് മുൻകൈ എടുത്ത് ടെൻഡർ വിളിച്ച് കൊടുക്കുകയാണെന്നാണ് അറിവ്. പക്ഷേ അതിലും കാണിക്കുന്നതെന്ന് വെച്ചാൽ ക്രമക്കേട് തന്നെയാണ്. അതുകൊണ്ടാണ് ഓരോ അപകടങ്ങളും റോഡിൻ്റെയും അതുപോലെ തന്നെ വാഹനങ്ങളുടെ എണ്ണം കൂടുതലും കൊണ്ടും റോഡിൻ്റെ വീതി കുറവ് കൊണ്ടുമാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇല്ലാതെയാണ് റോഡ് നിർമ്മിക്കുന്നത്. എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ കൃത്യമായി റോഡിന് കുറുകെയുള്ള പല പൈപ്പുകളും ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ പൈപ്പുകളെല്ലാം പ്രയോജനമില്ലാത്തടത്ത് കൊണ്ടാണ് ഇടുന്നത്. അതുപോലെ തന്നെ അന്യസംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അന്യസംസ്ഥാനത്ത് നിന്നും ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് ദിശാബോർഡുകൾ, സൂചക ബോർഡുകൾ കൃത്യമായി കാണാൻ സാധിക്കുന്നില്ല. അതാണ് അപകടത്തിന് കൂടുതലും വെക്കുന്നത്. കാരണം ഈ വഴി വന്ന് പരിചയമുള്ള ആൾക്കാർക്ക് പോലും ഇപ്പോൾ കൃത്യമായി എവിടെയാണ് വളവ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് സംശയമായി വരുന്ന ഒരു ഘട്ടമാണ്. കാരണം മരങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന ബാരിക്കാഡുടെ വഴിയുള്ള വള്ളികൾ കയറി കടന്നും ദിശാബോർഡുകളിലും പായൽ പിടിച്ചുമൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അത് ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതും അപകടത്തിന് കാരണമാകുന്ന ഒന്നാണ്. അപ്പോൾ കേരള സർക്കാരും ഇതിന് മുൻകൈ എടുത്ത് എവിടെയൊക്കെ മുൻകൈ എടുക്കാവോ അവിടെയെല്ലാം മുൻകൈ എടുത്ത് ഇതിനൊന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ എവിടെയൊക്കെയാണ് എമർജൻസി ആയിട്ട് റോഡ് ശരിയാക്കേണ്ടത്. അപകടം നടന്നു കഴിയുമ്പം വെള്ളവസ്ത്രം ഇട്ട് വീട്ടിൽ കയറി വന്ന് ബന്ധുക്കാരുടെയും അമ്മമാരുടെയും അച്ഛന്മാരുടെയും കണ്ണീരൊപ്പാതെ ഈ അപകടം വരാതിരിക്കാനുള്ള ഒരു മാർഗ്ഗം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപകടങ്ങൾ എപ്പോഴും ഉണ്ടാവാം, അല്ലെങ്കിൽ അപകടങ്ങൾ പതിവാകുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് അത് കുറയ്ക്കുവാനായിട്ട് പാവങ്ങളെ 100-500 രൂപ പെറ്റിയടിച്ച് വിടുകയും അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാത്തവൻ്റെ അരയെ തപ്പി ഹെൽമെറ്റ് വെക്കണമെന്ന് ശാസിച്ച് വിടുകയോ അല്ലെങ്കിൽ വാശി കാണിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. റോഡ് കൂടി ശരിയായെങ്കിൽ മാത്രമേ അപകടങ്ങൾ കുറയുള്ളൂ. കാരണം എതിരെ ഒരു പട്ടി ചാടിയാൽ പെട്ടെന്ന് ഒരുത്തന്നെ ചവിട്ടി നിർത്താൻ പോലും ഉള്ള സാഹചര്യമില്ല. കാരണം അവ കുഴിയിലോട്ടാണ് പോകുന്നത്. അതുപോലെയാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ പലയിടത്തെയും. പല മേഖലയിലും PWDയിൽപ്പെട്ട പല റോഡുകളുടെ അവസ്ഥ, സിറ്റി സൈഡിൽ തന്നെയുള്ള അവസ്ഥ അത് തന്നെയാണ്. അതുപോലെ ബമ്പ് വെക്കേണ്ടടുത്ത് ബമ്പ് വെച്ചിട്ടില്ലെങ്കിലും വെക്കേണ്ടാത്തടത്താണ് പലയിടത്തെയും ബമ്പ്. അതും ഒരു അപകടത്തിന് കാരണമാകുന്നത് ഇത് തന്നെയാണ്. അതിലുപരി കൃത്യമായ രീതിയിൽ സ്ഥലം എടുത്ത് ആ റോഡുകൾ വീതി കൂട്ടേണ്ടടുത്ത് കൃത്യമായ രീതിയിൽ സ്ഥലം എടുത്ത് വലിയ കുത്തക മുതലാളിമാരെ സഹായിക്കാതെ അല്ലെങ്കിൽ മുതലാളിമാരുടെ വീടാണ് അതിലേ പോകുന്നതെന്ന് വെക്കാതെ അല്ലെങ്കിൽ പാവങ്ങളുടെ സ്ഥലം എടുത്താലും കുഴപ്പമില്ല, മുതലാളിമാരുടെ സ്ഥലം മതിൽ സൗകര്യം അവിടെ നിൽക്കണമെന്നുള്ളത് കണക്ക് കൂട്ടാതെ എത്രത്തോളം സ്ഥലം വഴിക്ക് വേണ്ടി വേണോ അത് എടുത്തുകൊണ്ട് അതിന് സർക്കാരിനുള്ള സോഴ്സുണ്ട്, വകുപ്പുണ്ട്, അതെല്ലാം പ്രാബല്യത്തിൽ കൊണ്ടുവന്നുകൊണ്ട്
കൃത്യമായ രീതിയിൽ വഴിക്ക് വീതി കൂട്ടാൻ ഉള്ള ഒരു സാധ്യത കൂടി ഇതിൻ്റെ അകത്തുണ്ട്. കാരണം പലയിടത്തും ചെന്ന് കഴിയുമ്പം ചിലയിടത്ത് വീതി കൂടുതലും ചിലയിടത്ത് വീതി കുറവുമാണ്. അതും അപകടത്തിന് കാരണമാകുന്നുണ്ട്. കാരണം മഴയായി കഴിയുമ്പം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വെള്ളം ഗ്ലാസ്സിൽ വീണ് കഴിയുമ്പം അത് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അതിന് അതേസമയം ഇച്ചിരി കൂടി വളവുകൾ നേരെയാക്കുകയാണെങ്കിൽ അപകടം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പെട്ടെന്നുള്ള എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെയാണ് അപകടങ്ങൾ എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാത്ത വളവുകളിൽ പോലുമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ സർക്കാർ കൃത്യമായ രീതിയിൽ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചാൽ അവർ കൃത്യമായ രീതിയിൽ ആ പണി ചെയ്യുന്നുണ്ടെന്ന് ഒരു സൈഡിൽ ഒരാളെ നിർത്തി കൃത്യമായ രീതിയിൽ വീക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഒരു 100% അപകടം നടക്കുന്നതിലും ഒരു 70ഓളം അപകടങ്ങൾ നടക്കുന്ന റോഡിൻ്റെ എസ്റ്റിമേറ്റിൽ വന്ന ആ ഭാഗത്തിൽ തന്നെയാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം പല ദിശകളിലും ഒന്ന് തിരിഞ്ഞ് നേരെയാകുമ്പോൾ തന്നെ അടുത്ത വളവ് വരികയാണ്. അവിടെ ദിശാ ബോർഡ് പോലും ഇല്ല. അല്ലെങ്കിൽ അവിടെ വളവ് കുറയ്ക്കുക, സ്പീഡ് കുറയ്ക്കുക, വളവുണ്ടെന്നുള്ള ബോർഡ് ഉണ്ടെങ്കിൽ പോലും അത് വളരെ ശോചനീയാവസ്ഥയിൽ പായലിൽ മൂടിയിരിക്കുകയാണ്. അപ്പോൾ പലയിടത്തും ആ ബോർഡ് കാണുന്നില്ല, വളവുണ്ടെന്നുള്ള ബോർഡ് പോലും പലർക്കും കാണാൻ സാധിക്കുന്നില്ല. അതും അപകടത്തിൻ്റെ ഒരു പ്രധാന ഘടന തന്നെയാണ്. പിന്നെ സ്പീഡ് ലിമിറ്റാക്കിയ നമ്മുടെ സംസ്ഥാനത്ത് ആ സ്പീഡിൽ തന്നെ പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് തണലുള്ള മരത്തിൻ്റെ കീഴിൽ പോയി നിന്നിട്ട് സർക്കാർ ശമ്പളം മേടിക്കാതെ കൃത്യമായി റോഡിലിറങ്ങി അതിൻ്റേതായ കൃത്യമായ രീതിയിലുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപകടങ്ങൾ പിന്നെ മുന്നോട്ട് കുറയ്ക്കാം. പിന്നെ റോഡ് കൃത്യമായ രീതിയിൽ പലയിടത്തും പണി നടക്കാത്തതിൻ്റെ കാരണം കൈക്കൂലിയാണ്. അതിലുള്ള മുകളിൽ തൊട്ട് താഴെ വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും കീശ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒന്നിനുമില്ല. അപ്പോൾ പാവപ്പെട്ട കോൺട്രാക്ടർമാർ ചെയ്യുന്നത് അവരുടെ ടാർ കുറയ്ക്കുക എന്നുള്ളതല്ല, അവർക്ക് വേറെ നിവൃത്തിയില്ല. കാരണം പണിക്കാരും എസ്റ്റിമേറ്റും ഒക്കെയാണ്. അപ്പോൾ ഇതിലൊക്കെ പറയാനുള്ളൊരു കാര്യം എന്നത് കൃത്യമായ രീതിയിൽ അതാത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മുൻകൈ എടുത്താൽ അതാത് രീതിയിലുള്ള എടുക്കുകയാണെങ്കിൽ വളവുകളിൽ നിൽക്കുന്ന മരങ്ങളും കാര്യങ്ങളും എല്ലാം കൃത്യമായ രീതിയിൽ വെട്ടിമാറ്റാനും കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനും കഴിവുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനം അപകടരഹിതം തന്നെയാവും. അപകടങ്ങൾ വളരെയധികം കുറയും. റോഡിൻ്റെ കൃത്യമായ ഇത് വരുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അല്ലാതെ വേറൊരാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി സർക്കാർ അല്ലെങ്കിൽ അപകടം വരുന്നിടം വരെ കാത്തിരിക്കാതെ അപകടം വരുന്ന വളവുകൾ, ഇനിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് വളവുകളുണ്ട്. ആ വളവുകൾ നേരെയാക്കിക്കൊണ്ട് യാത്രാ സൗകര്യം നല്ല രീതിയിലാക്കാനുള്ള ഒരു കരുത്ത് കാണിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഈ വീഡിയോയിൽ സർക്കാരിനോട് പറയാനുള്ള അറിയിപ്പ് അത് തന്നെയാണ്. എല്ലാവർക്കും വേണ്ടത് ജീവൻ തന്നെയാണ്. ആ ജീവൻ പൊലിയുന്ന റോഡുകളല്ല, ജീവൻ പൊലിയാത്ത റോഡുകളാണ് കൃത്യമായ രീതിയിൽ വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് കൈക്കൂലി ഒഴിവാക്കിക്കൊണ്ട് റോഡ് കൃത്യമായ രീതിയിൽ കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ തന്നെ അവർ പണിയുകയാണെങ്കിൽ അതും ഉറപ്പിക്കേണ്ട സർക്കാരാണ്. ചെയ്യുകയാണെങ്കിൽ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. അതിൽ കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥരെ ആ കൈക്കൂലി മേടിക്കുന്ന സമയത്ത് വിജിലൻസ് വന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. പിന്നെ സമൂഹത്ത് അവർ വലിയ രീതികളിൽ സ്ഥലം മാറിയാണ് നമ്മുടെ നാട്ടിൽ വീണ്ടും ഓരോ ജോലിയിലേക്ക് വരുന്നത്. അപ്പോൾ അതും ഒഴിവാക്കാൻ സർക്കാർ നോക്കുക. അങ്ങനെയാണെങ്കിൽ പാവങ്ങളുടെ ജീവൻ ഒരിക്കലും ഇനിയും റോഡിൽ പൊലിയുകയില്ല. പൊലിഞ്ഞ ഓരോ അമ്മമാർക്കും മക്കളെ നഷ്ടപ്പെടാതിരിക്കും. അതാണ് എൻ്റെ പ്രാർത്ഥന. അത് പ്രതീക്ഷിക്കുന്നു ഞാൻ. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞാൽ അത് നാളെ ഒരു വീഡിയോ ആയി ചെയ്യുന്നതാണ്.